ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് 11ാമത്തെ ചാപ്റ്ററായ പ്രിസത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞ ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞ ഭാഗത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത് എന്നൊക്കെ അതിൻ്റെ ഇക്വേഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇക്വേഷൻസ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഭയങ്കര എളുപ്പമാവും. അപ്പോൾ ഇക്വേഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ കാണാണ്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഒന്നാമത് നോക്കാം. ലാറ്ററൽ സർഫസ് ഏരിയ ആണ് ഒന്നാമത്തത്. ഓക്കെ, ലാറ്ററൽ സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ബേസിൻ്റെ പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ് എന്ത് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിലും എന്ത് കണ്ടുപിടിക്കണം? ലാറ്ററൽ സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻസ് കിട്ടിയില്ലേ? ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ടതും ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ടതും എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? സെറ്റല്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, നോക്കാം. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് നന്നായിട്ട് വായിക്കാം. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ ഒന്ന് താഴോട്ട് എഴുതി വെക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, നോക്കാം. ദ ബേസ് ഓഫ് എ പ്രിസം ഈസ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 12 cm ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 5 cm. വാട്ട് ഈസ് ഇറ്റ്സ് ടോട്ടൽ സർഫസ് ഏരിയ? എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ആ പ്രിസത്തിൻ്റെ ബേസ് എന്നാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ആ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ആണ് 12 cm. കിട്ടിയോ? ആ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ആണ് എന്ത് 12 cm എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു പ്രിസത്തിൻ്റെ ഹൈറ്റ് ആണ് 5 cm. അപ്പോൾ അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെയായിരിക്കും? ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെയാണ്? ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ ആണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തറിയണം? ആദ്യം നമ്മൾ ആ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എത്ര എന്ന് അറിയണം. അതിൻ്റെ പെരിമീറ്റർ ഫുൾ അളവാണ് ഇന്ന് 12 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈഡ് എന്തായിരിക്കും? 12 ഡിവൈഡഡ് ബൈ 3 4 cm ആയിരിക്കും. കാരണം എന്താണ്? അത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് 12 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് എന്താണ്? 3 സൈഡാണ് ട്രയാങ്കിളിനുള്ളത്, അതുകൊണ്ട് 3. അപ്പോൾ ഒരു സൈഡ് എന്തായിരിക്കും? 4 cm. അപ്പോൾ നമുക്ക് കിട്ടി ഒരു സൈഡ് 4 cm ആണ്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 cm ആണ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല അല്ലേ? ഇവിടെ പ്ലസ് ആട്ടോ. ഓക്കെ, ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നതാണ് ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ ആണ്. നമുക്ക് ബേസ് ഏരിയ ആദ്യം കണ്ടുപിടിക്കാം. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ആ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ ഏരിയ വേണം കണ്ടുപിടിക്കാൻ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? √3/4 a². ഇതെല്ലാവർക്കും അറിയില്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. √3/4 a². അറിയാത്തവര് എഴുതി വെച്ചോ, പഠിച്ചു വെച്ചോ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ ഏരിയ കണ്ടുപിടിക്കുകയാണെന്ന് എങ്ങനെയാണ്? √3/4 a² ആണ്. ഓക്കെ, √3/4 ഇൻറ്റു a². √3/4 a എന്ന് പറയുന്നത് എന്താണ്? ആ ട്രയാങ്കിളിൻ്റെ സൈഡാണ്, ഇൻറ്റു 4² ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 4ഉം ഇതും എന്ത് ചെയ്തു? വെട്ടിപ്പോണെന്ന് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയാലോ. അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതി ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്താ ഉത്തരം കിട്ടി? 4 √3 cm² എന്ന് നമുക്ക് എന്ത് ചെയ്തു? ഉത്തരം കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് ബേസ് ഏരിയ എന്താണ്? 4 √3 cm² ആണ്. ഇനി ലാറ്ററൽ സർഫസ് ഏരിയ എന്താണ്? എങ്ങനെ കണ്ടുപിടിക്കുക? ബേസിൻ്റെ പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ? ബേസ് പെരിമീറ്റർ എന്താണ്? 12 ആണ്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇൻറ്റു ഹൈറ്റും എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്.
12 × 5 എത്രയാണ്? 60 സെൻറ്റിമീറ്റർ. ഓക്കെ, 60 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത്? ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ബേസ് ഏരിയ എന്താണ്? 4√3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 × ബേസ് ഏരിയ ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ 60 ആണ്. 2 × ബേസ് ഏരിയ 4√3 ആണ്. 2 × 4√3 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 × 2 എന്താണ്? 8 ആണ്. 8√3. ഓക്കെ, 16 + 8√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, 16 + 8√3 എന്ന് പറയുമ്പോൾ 8 × √3 ആണ് അല്ലേ? 8 × √3. √3ന്റെ വാല്യൂ എന്താണ്? √3ന്റെ വാല്യൂ എന്താണ്? 1.732. 8 × 1.732 ചെയ്യാം. ഓക്കെ, 8 × 1.732 ചെയ്യാം. അപ്പോൾ +16 അതാണ് എന്ത്? 73.856 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. ഡെസിമൽ കൊണ്ട് ഇൻറ്റു ചെയ്യാൻ അറിയാത്തവർ കമൻറ്റ് ചെയ്യാൻ. ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻറ്റു ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോ ആയിട്ടിടാം. ഓക്കെ ഓക്കെ അപ്പോൾ എന്ത് ഉത്തരം കിട്ടി? 73.856 സെൻറ്റിമീറ്റർ സ്ക്വയർ. 73.856 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് നമുക്ക് എന്ത് ചെയ്തു? ഉത്തരം കിട്ടി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണിത്. എന്താണ് ഇവിടെ? 2 identical prism with a right triangle as base are joined into form a rectangular prism as shown as below. ഇവിടെ എന്ത് ചെയ്ത്? റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, ഐഡന്റിക്കൽ പ്രിസമായ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. അത് ജോയിൻ ചെയ്തിട്ട് എന്താ? റെക്ടാങ്കുലർ പ്രിസം ഉണ്ടാക്കി. വാട്ട് ഈസ് ഇറ്റ്സ് ടോട്ടൽ സർഫസ് ഏരിയ? അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? ബേസ് എന്ന് പറയുന്നത് 5 ആണ്. 5ഉം 12ഉം, കാരണം ഇത് റെക്ടാങ്കിൾ ആണ് അല്ലേ? 5ഉം 12ഉം റെക്ടാങ്കിൾ ആണ്. അപ്പോൾ ബേസ് ഏരിയ കണ്ടുപിടിക്കുന്നതാണ് L + B, L × B അല്ലേ? ലെങ്ത് × ബ്രെഡ്ത്ത്. ആൻഡ് അതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 15. ഇനി വല്ല ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ? ഇല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, സിമ്പിളാണ് അല്ലേ? ഓക്കെ, ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? L × B ആണ്. ലെങ്ത് × ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എത്രയാണ്? ലെങ്ത് എത്രയാണ്? 12. ബ്രെഡ്ത്ത് എത്രയാണ്? 5. 12 × 5 60 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ലാറ്ററൽ സർഫസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേസ് പെരിമീറ്റർ × ഹൈറ്റ് ആണ്. നമുക്ക് ആദ്യം ബേസ് പെരിമീറ്റർ കണ്ടുപിടിക്കാം. 2 × L + B ആണ്. 2 × L + B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? L + B എന്ന് പറയുന്നതാണ് 12 + 5. 2 × 17. 12 + 5 എത്രയാ? 17 ആണ്. 2 × 70 എത്രയാണ്? 34 സെൻറ്റിമീറ്റർ. അതാണ് എന്ത്? ബേസ് പെരിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? ബേസ് പെരിമീറ്റർ × ഹൈറ്റ് ആണ്. 34 × ഹൈറ്റ്. 34 × ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 15 ആണ്. അപ്പോൾ 34 × 15 എത്രയാണ്? 510 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ആൻഡ് ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? LSA അഥവാ ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 × ബേസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ എന്താണ്? 510 പ്ലസ് 2 × 60 ആണ് എന്ത്? ബേസ് ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലാവണില്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ 510 പ്ലസ് എന്ത്? 2 × 16 എന്ന് പറയുന്നത് എന്താണ്? 120 ആണ് അല്ലേ? അതെ. അപ്പോൾ 510 പ്ലസ് 120 എന്ന് പറയുന്നത് എന്താണ്? 630 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.